വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറുമ്പീസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാനായിട്ടാണ് കാച്ചിൽ വെച്ചിട്ട്. അപ്പം നിങ്ങൾ മറക്കാതെ വീഡിയോ കാണുന്നതിന് മുമ്പ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ മറക്കാതെ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രമേ ഇന്ന് കുക്കിംഗ് വീഡിയോയിലുള്ളതെന്നല്ലേ? അല്ല, എൻ്റെ ചേച്ചിയും കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെയാണ് കുക്കിംഗ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ചൂട്ടൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കത്തിപ്പിടിക്കണം. ഇനി നമുക്ക് പപ്പട കുത്തിയിലുണ്ടല്ലോ, അത് കാച്ചിൽ അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിപ്പിടിച്ചിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് കയറ്റി വെക്കാം. ഒരെണ്ണത്തിൽ 4 എണ്ണം വെച്ചാണ് കയറ്റുന്നത്. 5 5. എന്നിട്ട് നമ്മൾ തീൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമുള്ള ചമ്മന്തി റെഡിയാക്കാം. അപ്പം നമ്മൾ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് ആവശ്യമുള്ള ഉള്ളി, പിന്നെ മുളക്, ഉപ്പ്, എണ്ണ, പുളി. ഓക്കെ, ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യം. ആദ്യം നമുക്ക് ഉള്ളി ഇടാം, ഇട്ട് ചതയ്ക്കാം. അടുത്ത് മുളക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് മുളക് ഇടാം കേട്ടോ. അടുത്ത പാകത്തിന് ഉപ്പ്. ഓക്കെ, അടുത്ത് പുളി ആവശ്യത്തിന്. എല്ലാം കൂടെ ചതച്ചെടുക്കാം. അങ്ങനെ ഗൈസ്, ഞാൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചിയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ മാറി കുറച്ച് നേരം ഞാൻ ചെയ്തിട്ട് ചേച്ചിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓയിൽ ഇട്ടിട്ടില്ല, ഇപ്പോൾ അത് തന്നെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടല്ല ചതച്ച് മതിയായി. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റണം. ഇത് നമ്മൾ കാച്ചിൽ നമ്മളെ വീട്ടിലുള്ള കാച്ചിലാണ് കേട്ടോ, അല്ലാതെ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചല്ല. നമുക്ക് നമ്മളെ കാച്ചിൽ റെഡി ആയോ നോക്കാം കേട്ടോ. നമ്മളെ കാച്ചിൽ റെഡി ആയിട്ടുണ്ട്. ശേഷി അപ്പം നമ്മൾ ചമ്മന്തി പാത്രത്തിലാക്കി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്തിപ്പുറം എണ്ണ ഒഴിച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. ആവശ്യത്തിന് ഉള്ളിയും നമുക്ക് ചമ്മന്തി എത്ര വേണം അത്രയ്ക്ക് കണക്കാക്കി ഉള്ളി എടുത്താൽ മതിയാവും. അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി കുഴച്ചെടുത്താൽ മതി. അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി കാച്ചിൽ നമുക്ക് വെന്താന്ന് നോക്കാം. അങ്ങനെ നമ്മൾ കാച്ചിൽ ഈ അവസ്ഥയായിട്ടുണ്ട്. എടുക്കാൻ നോക്ക്. അപ്പം ഗൈസ്, നമ്മളിത് കാച്ചിൽ ചുട്ടെടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം പൊടിഞ്ഞു പോയി, 4 എണ്ണേ കിട്ടിയുള്ളൂ. ഏതായാലും നമ്മളെ ഫസ്റ്റത്തെ ചാനലായതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. ഏതായാലും ഇനി വരുന്ന വീഡിയോസ് എല്ലാം ഇങ്ങനെ ആയിരിക്കില്ല, നന്നായിട്ട് ചെയ്യാം. അപ്പോൾ എന്നാൽ നമുക്ക് കഴിച്ചു നോക്കാം. നമ്മളിത് പ്ലാറ്റിലാക്കി ചമ്മന്തി. കൊള്ളാം കേസ്, ടേസ്റ്റ് ഉണ്ട്, എന്നാൽ പൊരിഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ മറക്കാതെ എനേബിൾ ചെയ്യുക. ബൈ.